അപ്പോൾ ഇതായിരുന്നു നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ പ്ലാൻ ബി. അത്താഴപ്പട്ടിണിക്കാരന്റെ കഞ്ഞിക്കലത്തിൽ കൈയിട്ട് വാരുക. അതായത് പട്ടികജാതിക്കാരൻ്റെയും ദരിദ്ര അവശ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനു വേണ്ടി നടപ്പാക്കിക്കൊണ്ടിരുന്ന പരിപാടികൾ അല്ലെങ്കിൽ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുക. അതിൻ്റെ ആദ്യ ഗഡുവിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. പാവപ്പെട്ടവർക്കും ദുർബല വിഭാഗക്കാർക്കുമായി സഹായം നൽകാൻ ഏതാണ്ട് 20-ലധികം പദ്ധതികളിലായിട്ട് സഹായം കൊടുക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചിരുന്ന ബജറ്റിൽ മാറ്റിവെച്ചിരുന്ന 1370 കോടി രൂപയിൽ 500 കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുക. കടുംവെട്ട് നടത്തിയിരിക്കുകയാണ് സർക്കാർ. പൊതുപ്പണം ഉപയോഗിച്ചുള്ള സർക്കാരിന്റെ ധൂർത്ത് അത് അഭംഗുരം നടപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറിയുള്ള ഈ കടുംവെട്ട്. ലൈഫ് മിഷൻ പദ്ധതി അടക്കമുള്ള പരിപാടികൾ ഇതോടെ പ്രതിസന്ധിയിലാവുകയാണ്. ഏറ്റവും അധികം പരിഗണന വേണ്ട വിഭാഗങ്ങളുടെ മേലാണ് ഈ കടുംവെട്ടിന്റെ മഴു വന്ന് വീണിരിക്കുന്നത്. അധ്വാനിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി എന്ന് പറഞ്ഞ് അവരെ നോക്കാൻ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് വന്ന ഒരു സർക്കാരാ. അവരുടെ പരിഷ്കരണ പരിപാടികളെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇത് ബജറ്റിൽ അവതരിപ്പിച്ചിരുന്ന പദ്ധതികളാ. ഈ പരിപാടികളും പദ്ധതികളും ചൂണ്ടിക്കാട്ടിയാണ് ഭരണപക്ഷം വലിയ വീമ്പ് പറച്ചിലുകൾ നടത്തിയിരുന്നത്. ബജറ്റ് ചർച്ചയൊക്കെ ഓർമ്മയില്ലേ? അതുപോലെ ധനാഭ്യർത്ഥന ചർച്ചകൾ, സർക്കാരിന്റെ ഈ പുതിയ ക്ഷേമ പദ്ധതികൾ, വികസന പരിപാടികൾ അതൊക്കെ ചൂണ്ടിക്കാട്ടി നമ്മുടെ ഭരണപക്ഷം MLA-മാര് ഘോരം നടത്തിയ പ്രസംഗങ്ങൾ മറക്കാറായിട്ടില്ല. ആ പദ്ധതികളൊക്കെ ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഓരോന്നായിട്ട് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാലഗോപാല പ്രധാനമായും നോട്ടമിട്ടത് ഭവന നിർമ്മാണ പദ്ധതികളിൽ മേല. ഏതാണ്ട് ഈ മേഖലയിൽ 300 കോടി രൂപ മാറ്റി വെച്ചിരുന്നത് ഇപ്പോൾ അത് വെറും 120 കോടി രൂപയായി വെട്ടിക്കുറച്ചിരിക്കുന്നു. ഭവന നിർമ്മാണ ബോർഡ് നടപ്പാക്കുന്ന MN സ്മാരക ലക്ഷം വീട് പദ്ധതിയുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ലക്ഷം വീട് പദ്ധതി കൊണ്ടുവന്നത് MN ഗോവിന്ദൻ നായരായിരുന്നു. അദ്ദേഹം ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ്. അതിന്റെ സ്മാരകമാണ് ഈ പദ്ധതി. അതിനുവേണ്ടി ഒരു 3 കോടി രൂപ ബജറ്റിൽ നീക്കി വെച്ചിരുന്നു. അതിപ്പോൾ അതിന്റെ 1/3 ചുരുക്കിയിരിക്കുകയാണ്. ഹൗസിംഗ് ബോർഡിനായി മൊത്തം 36.5 കോടി രൂപയാണ് കണ്ടിരുന്നത് ബജറ്റിൽ നീക്കി വെച്ചിരുന്നത്. അതിപ്പോൾ വെറും 16 കോടിയായിട്ട് അങ്ങ് ചുരുക്കി. ഭവന നിർമ്മാണ ബോർഡ് നോക്കുന്നത് CPI ആണ്. അതിന്റെ പഴി അവരുടെ തലയിൽ ഇരുന്നോട്ടെ. വീട് പൂർത്തീകരണത്തിനും നവീകരണത്തിനുമായി 222.05 കോടി ബജറ്റിൽ വകയിരുത്തിയിരുന്നത് ഇപ്പോൾ വെറും 173.06 കോടിയായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭവന നിർമ്മാണ രംഗത്താണ് ധനകാര്യമന്ത്രി കൂടുതൽ വെട്ടിച്ചുരുക്കലുകൾ നടത്തിയിരിക്കുന്നത്. ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങാൻ 170 കോടി രൂപയാണ് ബജറ്റിൽ വെച്ചിരുന്നത്. അതിപ്പോൾ 70.25 കോടി രൂപയായിട്ട് കുറച്ചാണ് 100 കോടി രൂപ വെട്ടിക്കുറച്ചു. ഇവിടെ നമ്മുടെ ബാലഗോപാല് മന്ത്രി ഒരു ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മളേതായാലും ഭവന നിർമ്മാണം വെട്ടിച്ചുരുക്കുക, അതിനെ നീക്കി വെച്ചിരുന്ന പണം കുറയ്ക്കുന്നു. അപ്പോ വീട് നിർമ്മിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഭൂമി വാങ്ങുന്നത്? അതാണ് KN ബാലഗോപാലിന്റെ ഇവിടുത്തെ ബുദ്ധി. വിവാഹ ധനസഹായം അതിന് ഒരു 86 ലക്ഷം രൂപ ബജറ്റിൽ വെച്ചിരുന്നു. അതിപ്പോൾ വെറും 50 ലക്ഷം രൂപയായിട്ട് വെട്ടിക്കുറച്ചു. പെൺകുട്ടിയോട് വലിയ വാത്സല്യമുള്ള ഒരു സർക്കാരാണ് ഇതെന്നാണ് അവകാശപ്പെട്ടിരുന്നത് പിണറായി വിജയനും കൂട്ടരും. അതുകൊണ്ടാണ് പെൺകുട്ടികൾക്കുള്ള വാത്സല്യ നിധി എന്നൊരു പദ്ധതി ബജറ്റിൽ ഏർപ്പെടുത്തിയത്. അതിനെ 10 കോടി രൂപയാണ് കണ്ടിരുന്നത്. ഇപ്പൊ എന്താ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്? ആ പദ്ധതി തന്നെ അങ്ങ് ഇല്ലാതാക്കി. ആ പണം മുഴുവൻ അങ്ങ് വെട്ടിച്ചുരുക്കി. അപ്പൊ അതോടെ ആ പദ്ധതിയും ഇല്ലാതായിരിക്കുക. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് വേണ്ടി 50 കോടി രൂപ കണ്ടിരുന്നത് അത് വെറും 20 കോടി രൂപയായിട്ട് ചുരുക്കി. അതിനൊരു ന്യായമുണ്ട്. ഷെഡാവൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് പാലക്കാടുകാര് പിന്തള്ളിയതാ. ആദ്യം വിചാരിച്ചത് ഈ മെഡിക്കൽ കോളേജ് പൂട്ടാമെന്ന. അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അതിന് നീക്കി വെച്ചിരുന്ന 50 കോടി രൂപ 20 കോടിയായിട്ട് വെട്ടിക്കുറച്ചത്. ഞങ്ങൾ അന്നേ തീരുമാനിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു സമ്മാനം കൊടുക്കണമെന്ന്. ഞങ്ങളോടാ കളിയല്ലേ? അതുപോലെ അംബേദ്കർ ഗ്രാമ പദ്ധതി
അതും പട്ടികജാതിക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഒരു 50 കോടി വെച്ചിരുന്നു ബജറ്റിൽ, അത് വെറും 30 കോടിയായിട്ട് അങ്ങ് വെട്ടിച്ചുരുക്കി. ഇതാണ് മൊത്തത്തിൽ ബാലഗോപാലിന്റെ പ്ലാൻ ബി. ഇതുവഴി കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് കയറാമെന്നാണ് അദ്ദേഹം കരുതുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതുപോലെ നികുതി പണം, അതായത് പൊതുപ്പണം ധൂർത്തടിച്ചു വെട്ടിത്തിന്നവരാണ് ഇപ്പൊ ഈ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറാൻ വന്നിരിക്കുന്നത്. സർക്കാർ നടപ്പാക്കിയ കേരളീയം പരിപാടി ഓർക്കുന്നില്ലേ? സർക്കാർ ഖജനാവിൽ നിന്ന് 27 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ മാമാങ്കം നടത്തിയത്. സ്പോൺസർഷിപ്പ് വേറെ ഉണ്ടായിരുന്നു, അത് മറ്റൊരു കാര്യം. ഇവിടെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ കലാപരിപാടി അരങ്ങേറിയത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കേരളീയം പരിപാടിക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് കണ്ടെത്തുന്നതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കണ്ടെത്തുന്നവർക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നവർക്ക് ഒരു സമ്മാനവും പ്രഖ്യാപിച്ചിരുന്നതാണ്. ഈ സമ്മാനം ആർക്കാണ് കിട്ടിയതെന്നറിയാമോ? ഓർമ്മയുണ്ടോ? GSTയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്. GST എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നികുതി പിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ GSTയിലെ ഉദ്യോഗസ്ഥന്മാര് എങ്ങനെയായിരിക്കും ഈ വൻതോതിൽ സ്പോൺസർഷിപ്പ് കണ്ടെത്തിയത്? അതായത് നികുതി ഇനത്തിൽ ഖജനാവിലേക്ക് വന്നു ചേരേണ്ട പണം പിരിക്കേണ്ട ആളുകൾ അതിനു പകരം സ്പോൺസർഷിപ്പിന് പോയാൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്നറിയാൻ പാഴൂർ പടിപ്പുരയിൽ പോയി കവടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. മറ്റൊന്ന് നവകേരള യാത്രയായിരുന്നു, മറന്നിട്ടില്ലല്ലോ. 1 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒരു ആഡംബര ബസ്സില് മുഖ്യമന്ത്രി മുമ്പില്, മറ്റു മന്ത്രിമാര് പുറകില്, അങ്ങനെ വടക്ക് മുതൽ തെക്ക് വരെ നടത്തിയ ഒരു അശ്വമേധം ഓർമ്മയുണ്ടല്ലോ. അതിനുവേണ്ടി എത്ര രൂപ ചെലവഴിച്ചെന്നോ എത്രത്തോളം സ്പോൺസർഷിപ്പ് കിട്ടിയെന്നോ ചോദിച്ചിട്ട് സർക്കാർ പറയുന്നില്ല. പലരും വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു, MLA-മാര് നിയമസഭയിൽ ചോദിച്ചു, എന്നിട്ടും ഉത്തരം കിട്ടിയില്ലെന്നാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച MLA-മാര് പറയുന്നത്. ആഘോഷമായ യാത്ര, അതിനുള്ള അകമ്പടി, പിന്നെ ചെല്ലുന്നിടത്തെല്ലാം പൗരപ്രമുഖന്മാർക്ക് ശാപ്പാട്, അങ്ങനെ എന്തോ ഒരു കോലാഹലമായിരുന്നു, എന്തോ ഒരു ആഘോഷമായിരുന്നു ഈ നവകേരള യാത്ര. അതിന്റെ ചെലവ് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ചില കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പരസ്യ ബോർഡുകൾ വയ്ക്കാൻ മാത്രം 2.86 കോടി രൂപ ചെലവഴിച്ചു എന്നൊരു കണക്ക് നേരത്തെ വായിച്ചു. അത് ഔദ്യോഗികമാണെന്ന് തോന്നുന്നില്ല. അതുപോലെ ക്ഷണക്കത്തടിക്കുന്നതിന് ആളുകളെ ക്ഷണിക്കണമല്ലോ. സർക്കാർ അയക്കുന്ന ക്ഷണക്കത്താകുമ്പോൾ അതിൻ്റെതായ ഒരു പകിട്ടും പത്രാസും ഒക്കെ വേണമല്ലോ. അതിനുവേണ്ടി 9 കോടി രൂപയിലേറെ ചെലവഴിച്ചു എന്നൊരു കണക്കുണ്ട്. ഇതും ഔദ്യോഗികമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഈ രീതിയിലാണ് നവകേരള യാത്രയുടെ ചെലവുകൾ ഉണ്ടായത്. നമ്മുടെ കൃപേഷ്, ശരത്ലാൽ എന്നീ 2 ചെറുപ്പക്കാരെ കൊന്ന ഒരു കേസ്, പേരിയ ഇരട്ടക്കൊല കേസ്, അതില് CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി, അതായത് CPM-കാരായ പ്രതികളെ CBIക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി കേസ് നടത്തിയതിന്, ഡൽഹിയിൽ നിന്ന് വളരെ പ്രമുഖരായ അഭിഭാഷകരെ കൊണ്ടുവന്ന് വാദിപ്പിച്ചതിന് എത്ര കോടി രൂപ ചെലവഴിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ? 1.14 കോടി രൂപ. അതുപോലെ ഷുഹൈ വധക്കേസിൽ ഇതേ കാര്യത്തിന് CBI വരാതിരിക്കാൻ, CPM പ്രതികളെ, കൊലയാളികളെ രക്ഷിക്കാൻ 88 കോടി രൂപ. ഇതൊക്കെ നമ്മുടെ സർക്കാർ ഖജനാവിൽ നിന്ന്, നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് എടുത്ത് CPM-കാർക്ക് വേണ്ടി ചെലവഴിച്ച തുകയുടെ കണക്കാ ഈ പറയുന്നത്. അതുപോലെ സർക്കാരിന്റെ പരസ്യങ്ങൾക്ക്, പബ്ലിസിറ്റിക്ക് എത്ര കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളതിന് കണക്കില്ല, ഇപ്പോഴും നമുക്കറിയില്ല. നമുക്കൊരു PRD ഉണ്ട്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ അതിന് പറയുന്ന ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നാ. അവരെ കൂടാതെ നിരവധിയായ PR ഏജൻസികളെ നിയോഗിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. PR ഏജൻസിയെ നിയോഗിച്ചോട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഈ PRD വകുപ്പ് അങ്ങ് പിരിച്ചുവിട്ടുകൂടെ? ഇവർക്ക് വേണ്ടി എത്ര കോടി രൂപയാണ് ചെലവഴിച്ചത് എന്ന് ഇപ്പോഴും കൃത്യമായിട്ട് ഒരു കണക്കില്ല. കേരളം കൂടാതെ മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ്, ഡൽഹി, ആന്ധ്ര എന്നിവയടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പത്രങ്ങൾക്ക് പരസ്യം കൊടുത്തിരിക്കുക. ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം. പിണറായി വിജയന്റെ ചിരിക്കുന്ന മുഖവുമായി സംസ്ഥാന സർക്കാരിന്റെ അപദാനങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പരസ്യം. കേരളത്തിൽ പരസ്യം കൊടുക്കുന്നത് മനസ്സിലാക്കാം. കേരളത്തിലെ ജനങ്ങളാണല്ലോ കാണുന്നത്, അവരെ സ്വാധീനിക്കാനാണെന്ന് കരുതാം. അതിനൊരു മാർജിൻ കൊടുക്കാം. എന്തിനാണ് ഈ 5 അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി പരസ്യം കൊടുക്കുന്നത്? എന്ത് പ്രയോജനമാണ് അതുകൊണ്ട് കേരള സർക്കാരിനോ കേരളത്തിനോ കേരളത്തിലെ ജനങ്ങൾക്കോ ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ ഈ PRD-യും PR ഏജൻസിയും ഒന്നും പോരാഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലെ കുറെ ആളുകൾ,
പിണറായിയുടെ സ്തുതി പാടാൻ വേണ്ടി നിയോഗിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടി, സൈബർ പോരാളികൾക്ക് വേണ്ടി 80 ലക്ഷം രൂപയാണ് പ്രതിവർഷം ചെലവഴിച്ചത്. അതുപോലെ ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം നവീകരിക്കുന്നതിന്, അവിടെ കാലിത്തൊഴുത്ത് പണിയുന്നതിന് 1 കോടി രൂപ. പണ്ട് കെ കരുണാകരന് കാറപകടത്തിൽപ്പെട്ടപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ചൂടുവെള്ളത്തിൽ നീന്തി കുളിക്കുക എന്നൊരു ചികിത്സാ വിധിയുടെ ഭാഗമായിരുന്നു. അന്ന് അവിടെ ഒരു നീന്തൽക്കുളം ഉണ്ടാക്കിയതിന് എന്തോ ഒരു പുക്കാറും പുകിലും ഉണ്ടാക്കിയ ഒരു പാർട്ടിയാ. പിന്നീട് നായനാര് അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ ക്ലിഫ് ഹൗസിൽ താമസമാക്കിയപ്പോൾ അദ്ദേഹം വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്നു, കരുണാകരന് വേണ്ടി ഉണ്ടാക്കിയ കുളത്തില് ഇപ്പൊ എന്റെ പട്ടിയാ കുളിക്കുന്നതെന്ന്. ഇപ്പൊ പിണറായി വിജയൻ വന്നപ്പോ കുളം നന്നാക്കി, കാലിത്തൊഴുത്ത് വന്നു, 1 കോടി രൂപ. അപ്പോ ഈ ഭവന നിർമ്മാണ പദ്ധതികൾക്കുള്ള തുക വെട്ടിക്കുറച്ചിട്ട് അതുകൊണ്ട് വീട് കിട്ടാതെ പോകുന്ന ആളുകള് ക്ലിഫ് ഹൗസിലെ പശുക്കളെ നോക്കി അസൂയപ്പെട്ടാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തു. അതിന് 80 ലക്ഷം രൂപയാണ് 1 മാസത്തെ വാടക. ഈ തുക കൊണ്ട് 25 മണിക്കൂർ പറക്കാനേ പറ്റൂ. അത് കഴിഞ്ഞ് പറക്കുന്ന ഓരോ മണിക്കൂറിനും 96,000 രൂപ വേറെ കൊടുക്കണം. ഇതിനോടകം ഈ ഹെലികോപ്റ്ററിനായിട്ട് 33 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്നതിന്, യാത്ര ചെയ്യുന്നതിന് ഇപ്പോൾ ഈ വന്ദേ ഭാരതൊക്കെ ഉള്ളപ്പോൾ 2 വണ്ടികൾ കേരളത്തിൽ ഓടുന്നുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ഇല്ലാത്ത ഈ ചെലവ് എന്തിനാണ്? നമ്മുടെ മുഖ്യമന്ത്രിക്ക് 40-45 വാഹനങ്ങളുടെ അകമ്പടി, ഒരു 10-20 വാഹനങ്ങൾ പോലെ? അദ്ദേഹത്തിന് എന്തെങ്കിലും സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. പിന്നെ മന്ത്രിമാരുടെ വിദേശ യാത്ര, നമ്മുടെ മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിൽ എന്തിനാ പോകുന്നേ? അവിടെ പോയി അവിടുത്തെ സർക്കാരുമായിട്ട് എന്തെങ്കിലും കരാറുകൾ അല്ലെങ്കിൽ വ്യവസായ വികസനത്തിന് വേണ്ട എന്തെങ്കിലും ചർച്ചകൾ, തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? കഴിഞ്ഞ 6.5 വർഷത്തിനിടയിൽ, 2 പിണറായി സർക്കാരുകളുടെ കാലത്തായിട്ട് 6.5 വർഷത്തിനിടയിൽ, പഴയ കണക്കാണിത്, നമ്മുടെ മന്ത്രിമാരെ 85 വിദേശ യാത്രകൾ നടത്തിയെന്നാണ് പറയുന്നത്. അതിൽ 15 എണ്ണം നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. ഇതിൻ്റെയൊക്കെ ചെലവ് നമ്മുടെ ഖജനാവിൽ നിന്നാണ് പോകുന്നത്. എന്നിട്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ, പാവപ്പെട്ട ആളുകളുടെ പദ്ധതികൾ വെട്ടിച്ചുരുക്കുന്നത്. ഈ ധൂർത്തും പാഴ്ചെലവുകളും എപ്പോഴാണ് നടന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന്റെ കുടിശ്ശിക 157 കോടി രൂപ വരെ വന്നപ്പോഴാ. നമ്മുടെ സപ്ലൈകോയുടെ കടകള് കാലിയായി കിടന്നപ്പോഴാ. KSRTCയിലെ ശമ്പളവും പെൻഷനും മുടങ്ങിയപ്പോഴാ. കുടുംബശ്രീക്കാർ നടത്തുന്ന ജനകീയ ഹോട്ടലുകളില് അതിന്റെ കുടിശ്ശിക കൊടുക്കാതെ ഈ പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങള് കടക്കണിയിലായപ്പോഴാ. അതുപോലെ പാവപ്പെട്ട ആളുകളുടെ ഒരു ആശ്രയ പദ്ധതിയായിരുന്നു കാരുണ്യ പദ്ധതി, ചികിത്സാ സഹായ പദ്ധതി. അത് തകർത്ത് തരിപ്പണമാക്കിയപ്പോഴാ. അതേ സമയത്താണ് നമ്മളെ മേൽ പറഞ്ഞ ഈ ആർഭാടവും ധൂർത്തും നടന്നിരുന്നത്. ലോക കേരള സഭ പോലെയുള്ള ധൂർത്തുകൾ. ഇതുകൊണ്ടൊക്കെ എന്താണ് നമ്മുടെ സംസ്ഥാനം നേടിയത്? സർക്കാരിന് ധനനഷ്ടം ഒഴികെ എന്ത് പ്രയോജനമാണ് കേരളത്തിന് ഉണ്ടായത്? ഇപ്പൊ ഈ പ്ലാൻ ബി എന്ന് പറഞ്ഞുകൊണ്ട് ചില പദ്ധതികൾ, നമ്മൾ പറഞ്ഞതെല്ലാം പാവപ്പെട്ടവരെ ബാധിക്കുന്നതാ. പട്ടികജാതിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികളെ ഇപ്പോ വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ ഈ സർക്കാർ പരസ്യത്തിനും അതുപോലെ പബ്ലിസിറ്റിക്കും വേണ്ടി നൽകുന്ന കോടിക്കണക്കിന് രൂപ, അത് ഒന്ന് ചുരുക്കിക്കൂടെ? എല്ലാം ചുരുക്കണമെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഈ ധൂർത്ത്, ഈ അധിക വ്യയം അതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? സർക്കാർ അതൊരിക്കലും ചെയ്യില്ല. കാരണം ഇനി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരിക. 1.5 കൊല്ലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുവരെ ഇങ്ങനെ പത്രത്താളുകളിലും ടെലിവിഷൻ സ്ക്രീനുകളിലും പിണറായി വിജയന്റെ ചിരിക്കുന്ന മുഖം അങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കണം. സർക്കാരിന്റെ അവദാനങ്ങൾ ദിവസേന എന്നോണം കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ പരസ്യത്തിനും പബ്ലിസിറ്റിക്കും വേണ്ടിയുള്ള തുക എങ്ങനെ വെട്ടിക്കുറയ്ക്കാൻ സാധിക്കും? ഈ സർക്കാരിന്റെ കാലത്ത് ഇനി പുതിയ വാഹനങ്ങൾ വാങ്ങില്ല എന്നൊന്ന് തീരുമാനിച്ചാലോ? 1.5 കൊല്ലമേ ഉള്ളൂ. ഇനി പുതിയ വാഹനങ്ങൾ, ഇന്നോവ വേണ്ട, കിയ വേണ്ട, ക്രിസ്റ്റ വേണ്ട. ഇപ്പോൾ ഉള്ള വാഹനങ്ങൾ കൊണ്ട് ഈ 1.5 കൊല്ലം കൂടെ കഴിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അത് 40-45 ഉള്ളത് 20 ആക്കുക. തീർത്തും ഇല്ലാതാക്കണമെന്ന് പറയുന്നില്ല, ഒരു 20 വാഹനങ്ങളാക്കി ചുരുക്കുക. തീരുമാനം എടുക്കാൻ പറ്റുമോ? പാർട്ടിക്കാരെ കുടിയിരുത്താൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഈ വിവിധ മിഷനുകൾ, അതിന്റെ ചെലവൊന്ന് ചുരുക്കാൻ സാധിക്കുമോ? അത് മാത്രമല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ചില പദ്ധതികളൊക്കെ നടപ്പാക്കാൻ സാധിക്കും. ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണെങ്കിൽ
സംസ്ഥാനത്തിന് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരേ പർപ്പസിന് വേണ്ടിയുള്ള ഒരേ ധർമ്മം നിർവഹിക്കുന്ന എത്രയെത്ര കോർപ്പറേഷനുകൾ നമുക്കുണ്ട്, എത്ര ക്ഷേമനിധികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ എത്രത്തോളം പണം ലാഭിക്കാൻ പറ്റും. അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ശമ്പളം, ഓടുന്ന വാഹനങ്ങൾ, അവരുടെ കെട്ടിടത്തിനുള്ള വാടക, ഇനി സ്വന്തം കെട്ടിടങ്ങളാണെങ്കിൽ ഇതൊക്കെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അതൊക്കെ വാടകയ്ക്ക് കൊടുത്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ കൃഷി വകുപ്പിന്റെ കീഴിൽ ഏതാണ്ട് 10-11 കോർപ്പറേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 3 ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമുക്ക് ഈ എണ്ണപ്പന കൃഷിക്ക് വേണ്ടി ഒരു ഓയിൽ പാം കോർപ്പറേഷൻ ഉണ്ട്, അതുപോലെ ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉണ്ട്, അതുകൂടാതെ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉണ്ട്, 4ാമതായിട്ടൊരു ഫാമിംഗ് കോർപ്പറേഷൻ ഉണ്ട്. ഈ 4 ഒറ്റ കോർപ്പറേഷൻ ആക്കിയാൽ എത്ര പണം, കോടിക്കണക്കിന് രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ ഈ വാർഷിക പദ്ധതി അനുസരിച്ച് ലഭിക്കുന്ന പണം ചെലവാക്കാൻ വേണ്ടി തട്ടിക്കൂട്ടുന്ന ഓരോ പ്രൊജക്റ്റുകൾ, അതൊക്കെ പലതും പാതി വഴിയിൽ മുടങ്ങിപ്പോവുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാതെ പാവപ്പെട്ടവന്റെ കൊരവള്ളിക്ക് പിടിക്കാനാണ് നമ്മുടെ സർക്കാരിന് താല്പര്യം. ഇതൊക്കെ ആര് ചോദിക്കാനാ? അവരെ നോക്കേണ്ടവര്, അവരെ കരുതേണ്ടവര്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിപ്പിച്ച് അധികാരത്തിൽ വന്നവര്, അവര് തന്നെയാണ് ഈ കടുംവെട്ട് നടത്തുന്നത്. LDF വന്നു, പിന്നെയും വന്നു, ഇപ്പോൾ തൃപ്തിയായല്ലോ അല്ലേ?